ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. ബാപ്പുവിന്റെ ഒരു പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് വെൽക്കം. നമ്മൾ ഏകദേശം കുറേ മാസങ്ങളായിട്ട് പലതരം വീഡിയോസ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നഴ്സിങ്ങിനെ പറ്റിയിട്ടും കോളേജിനെ പറ്റിയിട്ടും കോളേജ് ബ്ലോഗ്സ് അങ്ങനെ ഓൾ ഓവർ. അപ്പോൾ ഭൂരിപക്ഷം വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഏതാണ് നല്ല കോളേജ്, എല്ലാവിധ അംഗീകാരമുള്ള, ഏറ്റവും കുറഞ്ഞ ഫീസുള്ള, പ്ലേസ്മെന്റ്സ് ഉള്ള, അത്യാവശ്യം ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള അങ്ങനെ കോളേജസും കാര്യങ്ങളും കേരളത്തിന്റെ പല ഭാഗത്തും പ്ലസ് ടു സ്റ്റുഡൻസ് അതുപോലെ തന്നെ പാരന്റ്സും കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ നഴ്സിങ്ങിനെ പറ്റിയിട്ടും കോളേജിനെ പറ്റിയിട്ടും വീഡിയോസ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു വീഡിയോ നിർബന്ധമായിട്ട് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണാം. പ്ലസ് ടുവില് ബയോസയൻസ് എടുത്ത് പഠിച്ച് നഴ്സിംഗ് മേഖലയിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യണം, സ്കെയിലപ്പ് ആണെന്ന് വിചാരിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള സംശയമാണ്. കേരളത്തിൽ എങ്ങനെയാണ് സീറ്റ്സ് കാര്യങ്ങൾ ലഭിക്കുക? കേരളത്തിൽ LBS പുറത്തിറക്കുന്ന റാങ്ക് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് BS നഴ്സിംഗ് സീറ്റ്സ് കാര്യങ്ങൾ ലഭിക്കുക. കേരളത്തിൽ ഏകദേശം 8,000 തൊട്ട് 9,000 സീറ്റ്സ് ആണ് ടോട്ടൽ ഓൾ ഓവർ കേരളത്തിൽ BS നഴ്സിംഗിനായിട്ടുള്ളത്. ഏകദേശം പ്ലസ് ടുവിൽ 5 ലക്ഷം വിദ്യാർത്ഥികളാണ് പ്ലസ് ടു പഠിച്ചിറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഏകദേശം 1 ലക്ഷം വിദ്യാർത്ഥികൾ LBS വഴി അലോട്ട്മെന്റ് കാര്യങ്ങൾ BS നഴ്സിംഗിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് സീറ്റ്സ് വളരെ കിട്ടാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. അതായത് കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ട് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ 98-99% വിദ്യാർത്ഥികൾ മാത്രമാണ് BS നഴ്സിംഗ് സീറ്റ്സ് കാര്യങ്ങൾ ലഭിച്ചിട്ടുള്ളത്. അതുപോലെ നിങ്ങൾക്ക് റിസർവേഷൻ കാര്യങ്ങളുണ്ടെങ്കിൽ പ്രയോറിറ്റി വളരെ കൂടുതലാണ് സീറ്റ്സ് കിട്ടാനായിട്ടുള്ളത്. അപ്പോൾ കമ്പാരിറ്റീവ്ലി കോമ്പറ്റീഷൻ വളരെയധികം കൂടുതലാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഉള്ള ഒരു ഓപ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്, കർണാടക പോലുള്ള അന്യ സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കാവുന്നതാണ്. അപ്പോൾ കർണാടക നമ്മൾ നോക്കുകയാണെങ്കിൽ KCET എക്സാം, കർണാടക കോമൺ എൻട്രൻസ് എക്സാം കമ്പൽസറി ആണ്. അതുകൊണ്ട് തന്നെ എൻട്രൻസ് എഴുതിയാൽ മാത്രമാണ് നിങ്ങൾക്ക് സീറ്റ്സ് കാര്യം കിട്ടുക. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഉള്ള ഒരു ഓപ്ഷൻ പറഞ്ഞാൽ തമിഴ്നാട് നോക്കുകയാണെന്നുള്ളതാണ്. അതായത് അവിടെ നിങ്ങൾക്ക് എൻട്രൻസ് ഒന്നുമില്ല, ഡയറക്റ്റ് മാനേജ്മെന്റ് സീറ്റ്സ് അല്ലെങ്കിൽ പ്രൈവറ്റ് കോളേജുകളിൽ മാനേജ്മെന്റ് സീറ്റ്സ് കാര്യങ്ങൾ എടുക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഒട്ടുമിക്ക വിദ്യാർത്ഥികളുടെ അടുത്ത് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്യുന്ന പ്രാധാന്യം തന്നെ ഒരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം. അംഗീകാരമില്ലാത്ത കോളേജ് പഠിച്ചു കഴിഞ്ഞാൽ ജോലി ലഭിക്കാൻ വളരെയധികം പാടാണ്. ഇനി എന്തൊക്കെയാണ് നിങ്ങൾ തമിഴ്നാട് പോയി പഠിക്കുമ്പോൾ ഒരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? അഫിലിയേഷൻ, കോളേജിന്റെ അംഗീകാരം, INC, TNMC, ഡോക്ടർ MGR യൂണിവേഴ്സിറ്റി എന്നിങ്ങനെയുള്ള അഫിലിയേഷന് പുറമെ ക്ലിനിക്കൽ ഫെസിലിറ്റീസ്, ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ്, നിങ്ങളുടെ കോളേജിൽ മുമ്പ് പഠിക്കുന്ന കേരള സ്റ്റുഡൻസ് ഉണ്ടോ, ഫാക്കൽറ്റിയുടെ യോഗ്യത, ഫീസ്, കോളേജിന്റെ ലൊക്കേഷൻ, എസ്റ്റാബ്ലിഷ് ഇയർ, ഹോസ്റ്റൽ ഫെസിലിറ്റീസ്, പ്ലേസ്മെന്റ് റെക്കോർഡ്, ട്രാൻസ്പോർട്ടേഷൻ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളൊരു കോളേജ് വിസിറ്റ് ചെയ്ത് എല്ലാവിധ കാര്യങ്ങൾ ഓൾ ഓവർ അനലൈസ് ചെയ്തിട്ട് മാത്രം ചെയ്യാം നിങ്ങളൊരു കോളേജ് അഡ്മിഷൻ കാര്യങ്ങൾ എടുക്കുക. അതുപോലെ തന്നെ ഒട്ടുമിക്ക വിദ്യാർത്ഥികൾ ഒരു മെന്റാലിറ്റിയാണ്, മെഡിക്കൽ കോളേജിൽ പഠിച്ചാൽ മാത്രമേ വാല്യൂ ഉള്ളൂ. അതുപോലെ സർട്ടിഫിക്കറ്റ് വാല്യൂ, സാലറി കൂടുതൽ, അതുപോലെ തന്നെ എക്സ്പോഷർ അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് ഫെസിലിറ്റീസ് കാര്യങ്ങൾ കൂടുതൽ കിട്ടുള്ളൂ എന്നുള്ള ഒരു കാര്യം. ആക്ച്വലി തമിഴ്നാട്ടിൽ നമുക്ക് ഏകദേശം 300ഓളം കോളേജസ് അവൈലബിൾ ആണ്. അതിൽ ഏകദേശം 8 ലക്ഷം തൊട്ട് 18 ലക്ഷം വരെ 20 ലക്ഷം വരെ പാക്കേജസ് ഇപ്പം പറഞ്ഞ പോലെ BS നഴ്സിംഗിനായിട്ടുണ്ട്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളൊരു 8 ലക്ഷം കൊടുത്ത് പഠിച്ചാലും 16 ലക്ഷം കൊടുത്ത് പഠിച്ചാലും നിങ്ങൾക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റും സെയിം ആണ്, സാലറി സെയിം ആണ്. തമിഴ്നാട്ടിൽ ഡോക്ടർ MGR യൂണിവേഴ്സിറ്റിന്റെ ആണ് പറഞ്ഞത് ഏകദേശം BS നഴ്സിംഗ് ടോട്ടൽ 5 വർഷമാണ് ഡ്യൂറേഷൻ വരിക. അതുകൊണ്ട് തന്നെ ഇന്റേൺഷിപ്പ് നമുക്ക് കമ്പൽസറി ആണ്. യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയും ഡോക്ടർ MGR യൂണിവേഴ്സിറ്റി അണ്ടറിൽ നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല. അതുപോലെ തന്നെ ഒട്ടുമിക്ക വിദ്യാർത്ഥികൾ ചെയ്യുന്ന ഒരു തെറ്റെന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഗൂഗിളിൽ നോക്കി റിവ്യൂസ് കാര്യങ്ങൾ നോക്കി INC ഉണ്ടോന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയിട്ടും ഫീസ് കാര്യങ്ങൾ എടുത്ത് നോക്കിയിട്ട് കോളേജ് നിക്ഷേപിക്കുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഓരോ കോളേജിലും INC എന്ന് പറയുന്ന അഫിലിയേഷൻ എല്ലാ കൊല്ലം ഇൻസ്പെക്ഷൻ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇൻസ്പെക്ഷൻ ചെയ്യുന്ന ടൈമിൽ നിങ്ങളുടെ കോളേജിന്റെ ക്ലിനിക്കൽ ട്രെയിനിങ് കാര്യങ്ങൾ പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ INC കാര്യങ്ങൾ പെൻഡിങ് ആവും. അതായത് ഓരോ വർഷം INC അപ്ഡേറ്റ് ആവുന്ന ടൈമിൽ ചില കോളേജുകൾ പെൻഡിങ് ആവാറുണ്ട്. അപ്പൊ നിങ്ങളൊരു കോളേജ് ഗൂഗിൾ നോക്കുന്ന ടൈമിൽ ചിലപ്പോൾ അവിടെ INC കാര്യങ്ങൾ കാണിക്കും, പക്ഷെ അപ്ലിക്കേഷൻ നമ്മൾ പേപ്പേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവും INC പെൻഡിങ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഗൂഗിളിൽ കിട്ടുന്ന ഡാറ്റാസ് മാത്രം നോക്കി കോളേജ് സീറ്റ് കാര്യങ്ങൾ എടുക്കരുത്. എന്ത് ചെയ്യണം, ഞാൻ പറയുന്ന ഓരോ കോളേജ് ആണെന്നുണ്ടെങ്കിലും എല്ലാ കോളേജിൽ പോയി വിസിറ്റ് ചെയ്ത് നോക്കി INCന്റെ പേപ്പർ ഉണ്ടോ, TNMCന്റെ പേപ്പർ ഉണ്ടോ, ഡോക്ടർ MGR യൂണിവേഴ്സിറ്റി അണ്ടറിലാണോ, എല്ലാ കാര്യങ്ങളും അവിടെ ചെന്ന് പേപ്പേഴ്സ് കാര്യങ്ങൾ ചോദിച്ച് പരിശോധിച്ചതിന് ശേഷം മാത്രം ചെയ്യാം അഡ്മിഷൻ കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയില് നമ്മൾ ഓരോ കോളേജിനെ പറ്റിയും ജസ്റ്റ് ബേസിക്സ് മാത്രമാണ് പറഞ്ഞു പോകുന്നത്. നമ്മൾ ഓരോ കോളേജിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് കുറേ ടൈം കാര്യങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ പറയുന്ന ഓരോ കോളേജിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഓൾമോസ്റ്റ് എല്ലാവിധ കാര്യങ്ങളും അനലൈസ് ചെയ്ത് റിസർച്ച് ചെയ്തതിനു ശേഷം മാത്രം എന്ത് ചെയ്യുക സീറ്റ്സ് കാര്യങ്ങൾ എടുക്കുക. ഇനി നിങ്ങൾക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ പറയുന്ന കോളേജിന്റെ ഫീസ് സ്ട്രക്ചർ കാര്യങ്ങൾ അല്ലെങ്കിൽ INC നിലവിലെ സ്റ്റാറ്റസ്, അതുപോലെ തന്നെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ,
ഡോക്യുമെന്റേഷൻ കാര്യങ്ങൾ എല്ലാവിധ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ട് കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. അല്ലെങ്കിൽ താഴെ കൊടുത്തിട്ട് നമ്പറിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജിന് പറ്റിയിട്ടോ, ഞാൻ പറയുന്ന കോളേജിലാണ്, നിങ്ങൾക്ക് ഏതെങ്കിലും അഡീഷണൽ ആയിട്ട് വേറെ ഏതെങ്കിലും കോളേജിന് പറ്റിയിട്ട് വീഡിയോസ് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. ഞാനിപ്പോൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കോളേജ് ലിസ്റ്റ് കാര്യം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അഫിലിയേഷൻ ബേസ് ചെയ്തിട്ട് അതുപോലെ ഫീസ് അഫോർഡബിൾ ആയിട്ടുള്ള കേരള സ്റ്റുഡൻസ് പഠിക്കുന്നത് നമ്മളവിടെ വിസിറ്റ് ചെയ്ത് അവിടുത്തെ സ്റ്റുഡൻസ് ആയിട്ട് സംസാരിച്ചിട്ട് അങ്ങനെ ഓവർ അനലൈസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ലിസ്റ്റ് കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കി നോക്കിയാലോ ഏതെല്ലാമാണ് ബെസ്റ്റ് കോളേജ് ഇൻ തമിഴ്നാട് എന്ന്. ആദ്യമായി നമ്പർ 32 സായ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ചെന്നൂർ, കോയമ്പത്തൂർ, വിളന്താവളം. 2024 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. BS നഴ്സിംഗിന് വേണ്ടി 60 സീറ്റാണ് ടോട്ടൽ ഉള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ നൈറ്റിംഗേൽ ഹോസ്പിറ്റലിലാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത്. നമ്പർ 31 നൈറ്റിംഗേൽ കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ മെറ്റൻകട്ട, മധുക്കരൈ. 2008 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. BS നഴ്സിംഗിന് വേണ്ടി ടോട്ടൽ 60 സീറ്റാണ് കോളേജ് ഉള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ CMC ഹോസ്പിറ്റൽ, ഗീത മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ഇവിടെയൊക്കെയാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത്. നമ്പർ 30 NM കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ 2022 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. BS നഴ്സിംഗിന് വേണ്ടി 60 സീറ്റാണ് ടോട്ടൽ ഉള്ളത്. CMC ഹോസ്പിറ്റലാണ് ട്രെയിനിങ് കാര്യം കൊടുക്കുന്നത്. നമ്പർ 29 AMC കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ചിറ്റംപളയം വില്ലേജ്, സുല്ലൂർ, കോയമ്പത്തൂർ. 2024 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. BS നഴ്സിംഗിന് വേണ്ടി 60 സീറ്റാണ് കോളേജിലുള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ ESI മെഡിക്കൽ കോളേജിലാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത്. നമ്പർ 28 റോയൽ കെയർ കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ മരപ്പളം, മധുക്കരൈ, കോയമ്പത്തൂർ. 2000 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. BS നഴ്സിംഗ്, ഡിപ്ലോമ ഇൻ GNM, ANM എന്ന് തുടങ്ങിയ പ്രോഗ്രാംസ് ആണ് കോളേജിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഏകദേശം BS നഴ്സിംഗിന് വേണ്ടി 100 സീറ്റാണ് കോളേജിലുള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ റോയൽ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത്. നമ്പർ 27 ശ്രീ അഭിരാമി കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ മഹാലിയമ്മൻ റോഡ്, കോയമ്പത്തൂർ. 2008 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. BS നഴ്സിംഗ്, MSc നഴ്സിംഗ്, GNM, പോസ്റ്റ് BSc എന്ന് തുടങ്ങിയ പ്രോഗ്രാംസ് ആണ് കോളേജിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഏകദേശം BS നഴ്സിംഗിന് വേണ്ടി 100 സീറ്റാണ് കോളേജിലുള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ അഭിരാമി ഹോസ്പിറ്റലിലാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത്. നമ്പർ 26 സാറ കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ പളനി, മനക്കടവ്, ധാരാപുരം, തമിഴ്നാട്. 1994 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. BS നഴ്സിംഗ്, GNM എന്ന് തുടങ്ങിയ പ്രോഗ്രാംസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. BS നഴ്സിംഗിന് വേണ്ടി ടോട്ടൽ 50 സീറ്റാണ് കോളേജിലുള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ GM KMCH സേലം ഗവൺമെന്റ് ഹെഡ്ക്വാർട്ടേഴ്സ് കോളേജിലാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത്. നമ്പർ 25 പാവൈ കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ പുതുചത്രം, തമിഴ്നാട്. 2016 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. MSc നഴ്സിംഗ്, BS നഴ്സിംഗ് എന്ന് തുടങ്ങിയ പ്രോഗ്രാംസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. BS നഴ്സിംഗിന് വേണ്ടി ടോട്ടൽ 100 സീറ്റാണ് കോളേജിലുള്ളത്. പാവൈ ഹോസ്പിറ്റലിലാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത്. നമ്പർ 24 ചെങ്കുന്തർ കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ കുമാരമംഗലം, തിരുച്ചെങ്ങോട്, നാമൽ ഡിസ്ട്രിക്ട്, തമിഴ്നാട്. 2022 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. BS നഴ്സിംഗിന് വേണ്ടി 60 സീറ്റാണ് കോളേജിലുള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ സേലത്താണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത്. നമ്പർ 23 രേവതി കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ അവിനാശി, കോയമ്പത്തൂർ. 2014 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. BS നഴ്സിംഗ്, MSc നഴ്സിംഗ് എന്ന് തുടങ്ങിയ പ്രോഗ്രാംസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. BS നഴ്സിംഗിന് വേണ്ടി 100 സീറ്റാണ് ടോട്ടൽ ഉള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ രേവതി മെഡിക്കൽ സെന്ററിലാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത്. നമ്പർ 22 യുണൈറ്റഡ് കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ പെരിയാനിച്ചെക്കിപ്പാളയം, കോയമ്പത്തൂർ. 2020 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. BS നഴ്സിംഗിന് വേണ്ടി 60 സീറ്റാണ് കോളേജിലുള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ KR ഹോസ്പിറ്റലിലാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത്. നമ്പർ 21 കലാതിലിംഗം അക്കാദമി ഓഫ് റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ആനന്ദ് നഗർ, കൃഷ്ണഗോലി, തമിഴ്നാട്. 2022 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. BS നഴ്സിംഗിന് 100 സീറ്റാണ് കോളേജിലുള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ കലാതിലിംഗം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ റിസർച്ച് സെന്ററിലാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത്. നമ്പർ 20 ശ്രീദേവി കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ പൊന്നേരി, തിരുവല്ലൂർ, തമിഴ്നാട്. 2012 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. BS നഴ്സിംഗിന് വേണ്ടി 60 സീറ്റാണ് ടോട്ടൽ കോളേജിലുള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ സ്റ്റാൻലി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ പൊന്നേരിയിലാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത്. നമ്പർ 19 ആദിപരാശക്തി കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ മേൽമറവത്തൂർ, ചെന്നൈ. 1993 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. BS നഴ്സിംഗ്, MSc നഴ്സിംഗ്, പോസ്റ്റ് BSc, PhD, ഡിപ്ലോമ ഇൻ GNM എന്ന് തുടങ്ങിയ പ്രോഗ്രാംസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. BS നഴ്സിംഗിന് വേണ്ടി 100 സീറ്റാണ് കോളേജിലുള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ മേൽമറവത്തൂർ ആദിപരാശക്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ചിലാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത്. നമ്പർ 18 എക്സൽ കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ സേലം മെയിൻ റോഡ്, ശങ്കേരി വെസ്റ്റ്, കൊമാരപ്പാളയം.
2021 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. BSc നഴ്സിംഗ്, ഡിപ്ലോമ ഇൻ GNM, ANM തുടങ്ങിയ പ്രോഗ്രാംസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. കൊമാരപ്പാളയം, തിരുച്ചെങ്ങോട് ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത്. നമ്പർ 17 വിവേകാനന്ദ കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ എളയംപാളയം, തിരുച്ചെങ്ങോട്. 1993 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. BSc നഴ്സിംഗ്, MSc നഴ്സിംഗ്, പോസ്റ്റ് BSc, ഡിപ്ലോമ ഇൻ GNM, ANM തുടങ്ങിയ പ്രോഗ്രാംസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. BSc നഴ്സിംഗിന് വേണ്ടി 60 സീറ്റാണ് ടോട്ടൽ കോളേജിലുള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ വിവേകാനന്ദ മെഡിക്കൽ കെയർ ഹോസ്പിറ്റലിലാണ് ട്രെയിനിങ് കാര്യം കൊടുക്കുന്നത്. നമ്പർ 16 വെല്ലലാർ കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ മാരുതി നഗർ, ഈറോഡ്. 2008 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. BSc നഴ്സിംഗിന് വേണ്ടി 60 സീറ്റാണ് കോളേജിലുള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ CK ഹോസ്പിറ്റൽ, ഗവൺമെന്റ് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റൽ ഇവിടെ ട്രെയിനിങ് കാര്യം കൊടുക്കുന്നത്. നമ്പർ 15 ഇന്ദിര കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ പന്തൂർ, തിരുവല്ലൂർ, ചെന്നൈ. 2006 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. BSc നഴ്സിംഗ്, MSc നഴ്സിംഗ്, ഡിപ്ലോമ ഇൻ GNM തുടങ്ങിയ പ്രോഗ്രാംസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. BSc നഴ്സിംഗിന് വേണ്ടി 100 സീറ്റാണ് കോളേജിലുള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ ഇന്ദിര മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലാണ് ട്രെയിനിങ് കാര്യം കൊടുക്കുന്നത്. നമ്പർ 14 ശ്രീ ഷൺമുഖ കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ പുള്ളിപ്പാളയം, ശങ്കേരി താലൂക്ക്, സേലം, തമിഴ്നാട്. 2018 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. BSc നഴ്സിംഗിന് വേണ്ടി 100 സീറ്റാണ് കോളേജിലുള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ മാരുതി മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റലാണ് ട്രെയിനിങ് കാര്യം കൊടുക്കുന്നത്. നമ്പർ 13 അണ്ണ മീനാക്ഷി കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ സുന്ദരപുരം, മേൽപ്പാലം, മധുക്കരൈ, കോയമ്പത്തൂർ. 1994 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. BSc നഴ്സിംഗ്, MSc നഴ്സിംഗ്, പോസ്റ്റ് BSc തുടങ്ങിയ പ്രോഗ്രാംസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. BSc നഴ്സിംഗിന് വേണ്ടി 100 സീറ്റാണ് കോളേജിലുള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ നട്രാജ് ഹോസ്പിറ്റൽ, ESI മെഡിക്കൽ കോളേജ്, GH ഹോസ്പിറ്റൽ ഇവിടെയൊക്കെയാണ് ട്രെയിനിങ് കാര്യം കൊടുക്കുന്നത്. നമ്പർ 12 സത്യഭാമ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് ആൻഡ് ടെക്നോളജി. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ JPR നഗർ, ചെന്നൈ. 2020 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. BSc നഴ്സിംഗിന് വേണ്ടി 60 സീറ്റാണ് ടോട്ടൽ ഉള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ സത്യഭാമ ജനറൽ ഹോസ്പിറ്റലിലാണ് ട്രെയിനിങ് കാര്യം കൊടുക്കുന്നത്. നമ്പർ 11 കർപ്പകം കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ മയിലേരി, കോയമ്പത്തൂർ, തമിഴ്നാട്. 2007 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. BSc നഴ്സിംഗിന് വേണ്ടി ടോട്ടൽ 100 സീറ്റാണ് കോളേജിലുള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ KMFSR ഹോസ്പിറ്റലിലാണ് ട്രെയിനിങ് കാര്യം കൊടുക്കുന്നത്. നമ്പർ 10 KG കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ തുടിയല്ലൂർ റോഡ്, സർവണംപേട്ടൈ, കോയമ്പത്തൂർ. 1995 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. BSc നഴ്സിംഗ്, MSc നഴ്സിംഗ്, പോസ്റ്റ് BSc തുടങ്ങിയ പ്രോഗ്രാംസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. BSc നഴ്സിംഗിന് വേണ്ടി 100 സീറ്റാണ് കോളേജിലുള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ KG ഹോസ്പിറ്റലിലാണ് ട്രെയിനിങ് കാര്യം കൊടുക്കുന്നത്. നമ്പർ 9 KMCH കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ബാലാജി നഗർ, കൽപ്പത്തി, കോയമ്പത്തൂർ. 1993 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. BSc നഴ്സിംഗ്, MSc നഴ്സിംഗ്, GNM, പോസ്റ്റ് BSc, ഡിപ്ലോമ ഇൻ GNM, PhD തുടങ്ങിയ പ്രോഗ്രാംസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. BSc നഴ്സിംഗിന് വേണ്ടി 100 സീറ്റാണ് കോളേജിലുള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ KMCH ഹോസ്പിറ്റലിലാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത്. നമ്പർ 8 PSG കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ അവിനാശി റോഡ്, കോയമ്പത്തൂർ. 1994 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. BSc നഴ്സിംഗ്, MSc നഴ്സിംഗ്, PhD തുടങ്ങിയ പ്രോഗ്രാംസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. BSc നഴ്സിംഗിന് വേണ്ടി 60 സീറ്റാണ് ടോട്ടൽ ഉള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ PSG ഹോസ്പിറ്റലിലാണ് ട്രെയിനിങ് കാര്യം കൊടുക്കുന്നത്. നമ്പർ 7 വിനായക മിഷൻ റിസർച്ച് ഫൗണ്ടേഷൻ. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ശങ്കേരി മെയിൻ റോഡ്, സേലം. 1981 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. BSc നഴ്സിംഗ്, MSc നഴ്സിംഗ്, പോസ്റ്റ് BSc തുടങ്ങിയ പ്രോഗ്രാംസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. BSc നഴ്സിംഗിന് വേണ്ടി 100 സീറ്റാണ് കോളേജിലുള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ വിനായക മിഷൻ ഹോസ്പിറ്റലിലാണ് ട്രെയിനിങ് കാര്യം കൊടുക്കുന്നത്. നമ്പർ 6 അപ്പോളോ കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ വനാകരം, അമ്പത്തൂർ റോഡ്, അയംഭകം, ചെന്നൈ. 1997 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. BSc നഴ്സിംഗ്, MSc നഴ്സിംഗ്, പോസ്റ്റ് BSc, ഡിപ്ലോമ ഇൻ നഴ്സിംഗ്, PhD തുടങ്ങിയ പ്രോഗ്രാംസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. BSc നഴ്സിംഗിന് വേണ്ടി ടോട്ടൽ 100 സീറ്റാണ് കോളേജിലുള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ അപ്പോളോ ഹോസ്പിറ്റൽ, ഫസ്റ്റ് മെഡ് ഹോസ്പിറ്റൽ ഇവിടെയൊക്കെയാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത്. നമ്പർ 5 ശ്രീ ബാലാജി കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ക്രോംപേട്ട്, ചെന്നൈ. 1992 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. BSc നഴ്സിംഗ്, MSc നഴ്സിംഗ്, നഴ്സിംഗ് സ്പെഷ്യലൈസേഷൻ പ്രോഗ്രാംസ് ഒക്കെയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. BSc നഴ്സിംഗിന് വേണ്ടി 100 സീറ്റാണ് കോളേജിലുള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ ശ്രീ ബാലാജി മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റലിലാണ് ട്രെയിനിങ് കാര്യം കൊടുക്കുന്നത്. നമ്പർ 4 SRM കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ പൊത്തേരി, SRM നഗർ, കാട്ടം, കുളത്തൂർ. 1992 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. BSc നഴ്സിംഗ്, MSc നഴ്സിംഗ്, GNM, പോസ്റ്റ് BSc, PhD തുടങ്ങിയ പ്രോഗ്രാംസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. BSc നഴ്സിംഗിന് വേണ്ടി ടോട്ടൽ 100 സീറ്റാണ് കോളേജിലുള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ SRM മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്ററിലാണ് ട്രെയിനിങ് കാര്യം കൊടുക്കുന്നത്. നമ്പർ 3 സവിത കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ
കൂതമ്പകം, BSc നഴ്സിംഗ്, MSc നഴ്സിംഗ്, പോസ്റ്റ് BSc തുടങ്ങിയ പ്രോഗ്രാംസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. BSc നഴ്സിംഗിന് വേണ്ടി ടോട്ടൽ 100 സീറ്റാണ് കോളേജിലുള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ തമിഴ്നാട് മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റലിലാണ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നത്. നമ്പർ 2 ശ്രീ രാമചന്ദ്ര കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ രാമചന്ദ്ര നഗർ, പോരൂർ, ചെന്നൈ. 1993 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. BSc നഴ്സിംഗ്, പോസ്റ്റ് BSc തുടങ്ങിയ പ്രോഗ്രാംസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഏകദേശം BSc നഴ്സിംഗിന് വേണ്ടി 125 സീറ്റാണ് കോളേജിലുള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ ശ്രീ രാമചന്ദ്ര മെഡിക്കൽ സെന്ററിലാണ് ട്രെയിനിങ് കാര്യം കൊടുക്കുന്നത്. അറ്റ്ലാസ് നമ്പർ 1 CMC ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് ഓഫ് നഴ്സിംഗ്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ തൊട്ടാപ്പളയം, വെല്ലൂർ. 1946 കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. BSc നഴ്സിംഗ്, GNM, പോസ്റ്റ് BSc, MSc നഴ്സിംഗ്, PhD എന്ന് തുടങ്ങിയ പ്രോഗ്രാംസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. BSc നഴ്സിംഗിന് വേണ്ടി 60 സീറ്റാണ് ടോട്ടൽ ഉള്ളത്. ക്ലിനിക്കൽ എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ CMC ഹോസ്പിറ്റലിലാണ് ട്രെയിനിങ് കാര്യം കൊടുക്കുന്നത്. ഇതെല്ലാമാണ് തമിഴ്നാട്ടിലെ ബെസ്റ്റ് കോളേജ്. ഇനി നിങ്ങൾക്ക് കോഴ്സ് സംബന്ധമായ സംശയങ്ങളോ കോളേജ് സംബന്ധമായ സംശയങ്ങളോ ഏതൊരു കോളേജിനെ പറ്റിയിട്ടോ ഏതൊരു എക്സാംസിനെ പറ്റിയിട്ടോ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ കോളേജിന്റെ ഫീസ് സ്ട്രക്ചറോ എന്തെങ്കിലും അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ട് കമന്റ് ബോക്സിൽ ചെയ്യാം, കമന്റ് ചെയ്യാം. അല്ലാതെ എനിക്ക് താഴെ കൊടുത്തിട്ട് നമ്പറിൽ എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.